എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരിയാണ്. അതായത് നമ്മുടെ വിഷുവിന്റെ സ്പെഷ്യൽ വിഭവം. എന്തായാലും വിഷു ഒക്കെ വരാറായില്ലേ, അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ചേർത്തിട്ട് ഉണ്ടാകുമ്പോൾ വളരെ ടേസ്റ്റാണ്. പക്ഷെ ഓരോരുത്തർക്കും അവൈലബിളായി കിട്ടുന്ന മാങ്ങകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക തന്നെ, അല്ലാണ്ട് ഇപ്പോൾ രക്ഷയില്ല. പക്ഷെ ഇവിടെ നല്ല മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ഇവിടെ വിഷുവിന് മാത്രമൊന്നുമല്ല, മാങ്ങാക്കാലമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കാറുള്ളതാണ്. അങ്ങനെ മാമ്പഴക്കാലമായ ഒരു പ്രാവശ്യമെങ്കിലും ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, റെസിപ്പി ഒന്ന് കാണൂ കേട്ടോ. നമ്മുടെ വിഷു സദ്യയുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാട്ടോ. 2-3 മാമ്പഴം. ഇത് ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണം കൂട്ടാം. എനിക്ക് ഇത്ര വേണ്ടു, അതുകൊണ്ട് ഞാൻ 3 ചേർക്കണുള്ളൂ. പിന്നെ തൈര്, നല്ല അത്യാവശ്യം പുളിയുള്ള തൈര് വേണം. അത് കട്ട തൈര് തന്നെ വേണം കേട്ടോ. പിന്നെ ഒരു നല്ല വലിയ നാളികേരത്തിന്റെ ഒരു മുറി നാളികേരാണിത്. അതിൽ ഞാൻ അതിന്റെ കൂടെ ചേർക്കണത് ഒരു 4 മണി കുരുമുളക്, ഇനി കുറച്ച് ജീരകം കൂടിയും അതിൽ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 2-3 പച്ചമുളക്. ഇത് മാങ്ങയുടെ കൂടെ വെറുതെ നടുവ് കീറി ഇടാനുള്ളതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഇനി ഇതിന്റെ കൂടെ ഒരു ശർക്കര അച്ചും കൂടി നമ്മൾ ഒരു മധുരത്തിനായിട്ട് ചേർക്കും. അപ്പൊ നമുക്ക് ഇത് തയ്യാറാക്കാം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങയൊക്കെ ഞാൻ തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരിക്ക്, ഇങ്ങനെ മുഴുവനായിട്ടാണ് തോല് കളഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. അതായത് ഒരുപാട് എരിവൊന്നും ആവശ്യമില്ല. എന്ന പുളിയും ഉപ്പിൻ്റെ ഒക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കണ പോലത്തെ ഒരു എരിവ് വേണേ. പിന്നെ ഒരു 2-3 പച്ചമുളക് ഇങ്ങനെ നമുക്ക് നടുവേ കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെയും ഒരു എരിവ് കിട്ടും. ഇത്രയും ഇട്ട് കൊടുക്കുക. പിന്നെ മാങ്ങ മധുരം ഉണ്ടാവും. നാട്ടിലത്തെ നല്ല മാങ്ങ ഉണ്ടാവും, അതാച്ചാൽ നല്ല മധുരമാവും. അപ്പോൾ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നാട്ടിലത്തെ മാങ്ങയല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് മധുരം ഉണ്ട്, എന്നാലും ഒരച്ച് ശർക്കരയും കൂടി ചേർത്താലാണത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരം കിട്ടും. അത് കാരണം ഞാൻ ഒരച്ച് ശർക്കര കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം അടുപ്പത്ത് വെച്ചു. ഇനി നമുക്കിതിന് ആവശ്യമായ ഉപ്പും കൂടി ഇത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. മാമ്പഴല്ലേ പെട്ടെന്ന് വെന്ത് വരും, അധികം സമയം കൊടുക്കില്ല. അപ്പോൾ അത് വെന്ത് വരട്ടെ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പിട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ രണ്ടാമത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അതിന് വെന്ത് വരട്ടെ. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടി തയ്യാറാക്കിയെടുക്കാം. മാങ്ങ വെന്ത് പാകമാകുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പിനായിട്ട് അപ്പോൾ നാളികേരത്തിൻ്റെ കൂടെ ഞാൻ ചേർത്തെടുക്കുന്നത് ഇതാ കുറച്ച് ജീരകം, ഒരു 4 മണി കുരുമുളക്, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം. അധികം കുരുമുളകൊന്നും ചേർക്കണ്ട. ഒരുപാട് കുരുമുളകിൻ്റെ കുത്തലൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതും ചേർത്തിട്ട് കുറച്ച് നമ്മുടെ പുളിക്ക് ആവശ്യമായ തൈരുണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ടില്ലേ, അതിന് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് അരച്ച് എടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കാം. മാറ്റി വെച്ചിട്ടുള്ള തൈരുണ്ടല്ലോ, ഇതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള തൈര് മാറ്റി വെച്ചിട്ടില്ലേ, അതും കൂടി കുറച്ച് ഈ നാളികേരത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ശരി, ഇന്ന് അരച്ചെടുക്കട്ടെ. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് പാകമായിട്ടോ, മാമ്പഴമൊക്കെ നന്നായി വെന്ത് പാകമായി. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തൈരും നാളികേരം കൂടി അരച്ചത്, അതായത് ഞാൻ നാളികേരത്തിൻ്റെ കൂടെ പുളിക്ക് ആവശ്യമായുള്ള തൈരും കൂടി ചേർത്ത് അരച്ചെടുത്തിറക്കുകയാണ്. അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് അരച്ചു കൊടുത്ത് ഇനി നന്നായി ഒന്ന് തിളച്ച് ഇതിൻ്റെ ആ ജീരകത്തിൻ്റെയും ഒക്കെ ഒന്ന് പച്ചമണം മാറട്ടെ, ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് വറവിന് ആവശ്യമായ സാധനങ്ങൾ തയ്യാറാക്കാം. ഇവിടെ കൂട്ടാൻ തിളച്ച് പാകമാകുമ്പോഴേക്കും നമുക്ക് വറവിടാനായിട്ട് ഇവിടെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ വേണം വറുത്തിടാനായിട്ട്, അപ്പോഴാണ് അതിൻ്റെതായ ശരിക്കുള്ള മണം ഗുണമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് ആദ്യം തന്നെ എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക്, ഉലുവ, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. ആദ്യം കടുകിട്ടു, കടുകൊക്കെ പൊട്ടി. അപ്പം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇതായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. വറ്റൽമുളകും പാകമായി വരുമ്പോൾ ഒരു 2 കറിവേപ്പിലയും കൂടി അത് കൂടെ ഇട്ടിട്ട് നമുക്ക് താളിച്ചെടുക്കാം.
ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, വറവിടാനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. അപ്പോഴേക്കും നമുക്ക് കൂട്ടാനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട, കാരണം അറിയാലോ തൈര് ഒഴിച്ചതല്ലേ, ഒരുപാട് തിളപ്പിക്കേണ്ട. ഒന്ന് ജീരകത്തിൻ്റെ പച്ചമണം പോകാൻ വേണ്ടി മാത്രം. അതിന് നമുക്ക് ഗ്യാസ് ഓഫാക്കി നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. മാത്രമല്ല വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ കുട്ടികളൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ വിശേഷ അവസരങ്ങളിലൊക്കെ, അതായത് ഓണം വിഷു സമയങ്ങളിലൊക്കെ നമുക്ക് ഓരോരോ പ്രത്യേക കറികളുണ്ട്. എന്തായാലും ഉണ്ടാക്കണം, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അതൊക്കെ ഉണ്ടാക്കി നോക്കുക വേണം. അങ്ങനെ ഉണ്ടാക്കി ശീലിച്ചാലാണ് ശരിയുള്ളൂ. ഇത് പുതിയ കുട്ടികളോടാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക നമ്മുടെ കേട്ടോ. അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.